വേറെ സ്ട്രാറ്റജി റീമാർക്കറ്റിംഗ് റീടാർഗറ്റിംഗ് എന്നൊക്കെ പറയും. വീണ്ടും ടാർഗറ്റ് ചെയ്യുക. ഒരാൾ ഒരിക്കലും നമ്മളെ പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാന്ന് മനസ്സിലായി. നിങ്ങളിപ്പോൾ വെബീസ് സൈറ്റിൽ വന്നല്ലേ, വെബീസിന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വന്നു, പിന്നെ നിങ്ങൾക്ക് വെബീസിൻ്റെ ആഡ് ഇങ്ങനെ വരുന്നതാണ്. നിങ്ങൾ എൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ടെന്നുള്ള ഞാനെങ്ങനെ അറിയണേ? ഏതോ ഒരു വെബ്സൈറ്റ് ഏതോ ഒരാൾ വന്ന് എങ്ങനെ വരുമ്പോൾ പരസ്പരമാണ്. ഞാൻ പോയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ടു കാലിക്കറ്റ് ടു ദുബായ് സെർച്ച് ചെയ്ത്, ഞാൻ സെർച്ച് ചെയ്ത് പിന്നെ ബേക്ക്മാൻ ട്രിപ്പിൽ പോയി ഞാൻ ക്വിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തില്ല അരച്ചു. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ പോകുമ്പോഴോ വേറെ സൈറ്റിൽ പോകുമ്പോൾ എനിക്കിങ്ങനെ ആഡ് വരിക. അതാണ് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഏതൊക്കെ സൈറ്റിൽ പോകുമ്പോഴും എന്ത് സംഭവിക്കാറിയോ, നിങ്ങളെ കുക്കീസ് നിങ്ങളെ മൊബൈലിലായാലും വെബ്സൈറ്റ് ആയാലും കുക്കീസ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ചില സൈറ്റ് കുക്കീസ് എടുക്കട്ടെ ചോദിക്കും, നിങ്ങളോട് ചോദിക്കാറുണ്ട്. യെസ് എന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ബ്രൗസ് ചെയ്യുക, നോ എന്നുണ്ടെങ്കിൽ മര്യാദ ബ്രൗസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ സ്ലോ ആയിരിക്കും പല വർഷങ്ങളുണ്ടാവും. അപ്പോൾ യെസ് എന്ന് പറയുന്നതോട് കൂടി ഒരു വാല്യൂ നിങ്ങളെ മൊബൈലിൻ്റെ ബ്രൗസർ കൊണ്ട് സേവ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ എലമെൻറ്റ് ഉണ്ടെന്നുള്ളത് ഫേസ്ബുക്കിന് അറിയാം, ഗൂഗിളിന് അറിയാം, അത് വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. കുക്കീസ് ക്ലിയർ ചെയ്താലോ നിങ്ങൾക്ക് ആഡ് വരില്ല. അപ്പോൾ റീമാർക്കറ്റിംഗ് ആഡ് ഇ കൊമേഴ്സിന് ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്.